നമുക്കൊരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസങ്ങളിൽ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കുക. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബി. ഹലോ, ചാരുവാണേ. ഞങ്ങളിപ്പോൾ ഈ കണ്ണാടീൻ്റെ മുന്നിൽ കിടന്ന് ഷോ കാണിക്കുന്നത് ഞങ്ങളൊരു യാത്ര പുറപ്പെടുകയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ വലിയ യാത്രയൊന്നുമല്ല, അമ്മേൻ്റെ വീട്ടിൽ പോവുകയാണ്. മാമൻ്റെ മോൻ്റെ പിറന്നാളാണ്. ഇതാണ് എൻ്റെ ജീവനും ജീവൻ്റെ ജീവനും എൻ്റെ മക്കൾ. ഇവരെയും കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അബിക്ക് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഞങ്ങൾ രാത്രിയാണ് ഇറങ്ങിയത്. ഏകദേശം ഇരുടെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് കഥയെല്ലാം പറഞ്ഞ് പാട്ടെല്ലാം പാടിയാണ് ഞങ്ങൾ പോക്കെല്ലാം. കൂട്ടത്തിൽ ഞാനറിയാതെ ഇവർ പറയുന്ന വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ യാത്ര നേരെ അരിക്കുളത്തേക്കല്ല, നേരെ പോകുന്നത് മുത്താമ്പിയിലേക്കാണ്. അബിക്ക് ആദ്യം ഒരു കേക്ക് വാങ്ങണം. അവനോടൊന്നും പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടല്ല പോകുന്നത്, എങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേ. ഇതാണ് മുത്താമ്പിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബേക്കറി. ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കൊറോണ വരുന്നതിൻ്റെ മുൻപ്. ഈ ബേക്കറിക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കൊറോണയ്ക്ക് മുൻപ്. അവിടെ ചെന്ന് പരിചയമുള്ള ആൾക്കാരെയൊക്കെ കണ്ടു, അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. ഞങ്ങൾ ചെന്ന സമയം നല്ല തിരക്കായതുകൊണ്ട് കുഞ്ഞമ്മയ്ക്ക് ഒന്നും സംസാരിക്കാനുള്ളൊരു ടൈം ഇല്ലായിരുന്നു. കുഞ്ഞപ്പനൊരു മെൻറ്റോസ് എടുത്തു. കല്ലുമ്മയുടെ നോട്ടം ഡയറി മിൽക്കിലേക്കാണ്. അവൾ കുറേ നേരം അവിടെ പതുങ്ങിയിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിക്കൊടുത്തില്ല. പല്ല് വേദന കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൾ വാ തുറന്നു നിന്നു. അടുത്തതായിട്ട് നമ്മൾ പോയത് വൈദ്യരങ്ങാടി അർച്ചനയിലേക്കാണ്. അബിക്ക് ഒരു ഗിഫ്റ്റ് കൂടെ മേടിക്കണം. അങ്ങനെ ഗിഫ്റ്റ് വാങ്ങി തിരിച്ച് ഞങ്ങൾ അരിക്കുളെത്തിയപ്പോഴേ ഇത്ര ആളുകളുണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടുത്തെ വീട്ടുകാർ തന്നെയാണ് കേട്ടോ. മാമി, മാമൻ, അമ്മമ്മ, അനിയത്തിമാർ. ഇതാണ് നമ്മുടെ ബീന കൊയിലാണ്ടിക്കാരി. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ആൾ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി എന്നോട് കുറേ നേരം സംസാരിച്ചു. നീയും തുടങ്ങിയില്ലേ യൂട്യൂബ് ചാനലിലൊക്കെ ചോദിച്ചിട്ട്. കാരണം ഇവരൊക്കെ എന്നോട് മുൻപേ പറയുന്നായിരുന്നു, ഇതാണ് ചിറ്റു കൊണ്ടുവന്ന കേക്ക്, ഇത് ഞാൻ മേടിച്ച കേക്ക്, എങ്ങനെയുണ്ട്. ഞങ്ങൾ ചെല്ലുമെന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എല്ലാവരും കൂടെ ഒത്തുകൂടിയപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം. ഇതാട്ടോ ഞങ്ങളുടെ അമ്മമ്മ. എൻ്റെ മോൻ വിളിക്കുക കല്യാണിക്കുട്ടിയേന്നാ. അമ്മമ്മേൻ്റെ പേരാട്ടോ നമ്മുടെ കുരുപ്പിന് കല്ലൂസ്. ഇത് ചിറ്റുവിൻ്റെ മോനാണ് റിച്ചൂട്ടൻ. ആദ്യം കുറച്ച് വാശിയൊക്കെ കാണിച്ച് കേക്ക് മുറിക്കാൻ വരാണ്ട്, പിന്നെ ആൾ വന്നു. ഞങ്ങളൊക്കെ ഒന്നിച്ചു കൂടിയത് അവസാനം അനിയത്തിയുടെ എൻഗേജ്മെൻറ്റിനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പനി, ചുമ ഇതെല്ലാം കൂടി ആയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ ഒന്നും പറ്റിയില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും അങ്ങനെ കൂടലില്ല, എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അബി എന്തായാലും ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. അവൻ പറയുന്നുണ്ട്, ഫ്രണ്ട്സിനെ വിളിച്ചില്ല ലേച്ചി, അവരെ വിളിച്ചില്ല ലേച്ചി, ഇവരെ വിളിച്ചില്ലല്ലോ, സ്റ്റാറ്റസ് ഒന്നും ഇടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവനോട് എല്ലാവരും ചോദിക്കുമല്ലോ. പിന്നെ നമ്മുടെ പല്ലുവേദന കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അവൾ കേക്ക് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഒപ്പം ഞാനും ജിമ്മിലൊക്കെ പോയി തടി കുറയ്ക്കുന്ന ഞാൻ ഈ കേക്ക് കഴിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ. അടുത്തതായിട്ട് നമ്മുടെ ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ്. പിറന്നാളായിട്ട് നിനക്കെന്താ വേണ്ട അബിയെന്ന് ചോദിച്ചപ്പോൾ അബി മാമനോട് പറഞ്ഞു പോലും എനിക്ക് മന്തി മതി അച്ഛാണ്. ഞാനെങ്ങനെ ആയിരുന്നെങ്കിൽ എന്തെല്ലാം മേടിച്ചേനെ. ആൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൂപ്പരെ പഴയ കോലത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇതൊക്കെ മതിയെന്നേ, വലിയ ആർഭാടമൊന്നും ഇല്ലാത്ത ഒരാളാണ് മൂപ്പര്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മെയിൻ പരിപാടി വീഡിയോ എടുക്കലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഞങ്ങളുടെ ഈ സന്തോഷം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരണ്ടേ. അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരുപാട് ഹാപ്പി ആയിരിക്കും അല്ലേ. ഞാനും ഒരുപാട് ഹാപ്പിയാണ് ഇന്ന്. അപ്പോൾ വീട്ടിൽ നിന്ന് വിളി വന്നു, ഞാൻ ഫുഡ് കഴിച്ചു, മക്കളെയും കൂട്ടി ഇറങ്ങി. ലേറ്റായില്ലേ, മക്കളെയും കൊണ്ട് എങ്ങനെയാണ് വരുക, രാത്രിയായില്ലേ, വേഗം വായോ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കല്ലുമ്പോൾ വണ്ടിയുമ്പോൾ കയറി ഉറങ്ങുമെന്നറിയുന്നുണ്ട്. ഞാനും കുഞ്ഞപ്പനും പാട്ട് തുടങ്ങി. അവളും ചിരിച്ച് കളിച്ച് ഒപ്പം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നാട്ടിലെത്തുന്നവരെ ഉറങ്ങിയതുമില്ല. അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ കുടുംബത്തോടൊപ്പം മാത്രം ചിലവഴിക്കുന്നതാണ്. എൻ്റെ മക്കൾ, എൻ്റെ ഇഷ്ടങ്ങൾ, ഇത് മാത്രമാണ് എനിക്കിപ്പോൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും. ടാറ്റാ.